الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസകാര്യങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് അൽ ഈമാനു ബിൽ ഖദാഇ വൽ ഖദർ, അഥവാ അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങളിലുള്ള വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യത്തെ സംബന്ധിച്ചും ഈമാൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഇഹ്സാനിനെ സംബന്ധിച്ചും ഒക്കെ പഠിപ്പിച്ച പ്രസിദ്ധമായ ഹദീസു ജിബ്രീൽ എന്ന ഹദീസിലൂടെ ഈമാനിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദ്രി ഖൈരിഹി വശർരിഹി. ഈമാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിൽ വിശ്വസിക്കലാണ്,
അള്ളാഹുവിന്റെ മലായിക്കത്തുകളിലും അവനിറക്കിയ വേദഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും അന്ത്യദിനത്തിലുമൊക്കെ നീ വിശ്വസിക്കലാണ്. അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല, വൽ ഖദ്രി ഖൈരിഹി വശർരിഹി. അള്ളാഹുവിന്റെ നിശ്ചയങ്ങളിൽ, തീരുമാനങ്ങളിൽ നീ വിശ്വസിക്കണം, അതിന്റെ ഗുണദോഷങ്ങളിലെല്ലാം. നമ്മൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതുമായ പലതും പടച്ച റബ്ബിന്റെ ഖളായിലൂടെ കടന്നു പോകുമ്പോൾ അതൊക്കെ റബ്ബ് നിശ്ചയിച്ചതാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെതായ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ദുനിയാവിലും ആഖിറത്തിലും ഒരു വിശ്വാസിക്ക് നിർഭയത്വവും സമാധാനവും ജീവിത വിജയവും ഒക്കെ നേടുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഖളാഉം ഖദറുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതിൽ വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചും പ്രാധാന്യത്തെ സംബന്ധിച്ചുമൊക്കെ. ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഒരാളും ശരിയായ മുഅ്മിനാവുകയില്ല അള്ളാഹുവിന്റെ ഖളായിലും ഖദറിലും അതിന്റെ ഖൈറിലും ഷർറിലും വിശ്വസിക്കാത്തിടത്തോളം കാലം. ഹത്താ യഅലമ അന്നമാ അസ്വാബഹു ലം യകുൻ ലിയുഖ്തിഅ. എത്രത്തോളം എന്നാൽ അയാൾ അള്ളാഹുവിന്റെ ഖളായിലും ഖദറിലും വിശ്വസിച്ച് ശരിയായ ഈമാൻ ഉൾക്കൊള്ളുമ്പോൾ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, എനിക്ക് സംഭവിച്ചതൊന്നും സംഭവിക്കാതെ പോകുമായിരുന്നില്ല, എനിക്ക് കിട്ടിയതൊന്നും നഷ്ടപ്പെടുമായിരുന്നില്ല. വഅന്നമാ അഖ്തഅഹു ലം യകുൻ ലിയുസീബ. എനിക്ക് കിട്ടാതെ പോയത് ഞാൻ എങ്ങനെ പരിശ്രമിച്ചാലും അത് കിട്ടുകയും ചെയ്യുമായിരുന്നില്ല എന്നിങ്ങനെ അള്ളാഹുവിന്റെ ഖളാഉം ഖദറുമാണ് ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ നിശ്ചയിക്കുന്നത് എന്ന് ബോധ്യം വരുന്നതുവരെയും നിങ്ങളുടെ ഈമാൻ ശരിയാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്രകാരം തന്നെ സ്വഹാബത്ത്, താബിഈങ്ങളൊക്കെ ആ വിശ്വാസം അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും, അത് ഏറ്റെടുത്തു വന്നതായി കാണുവാൻ. ഇമാം താവൂസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, അദറക്തു നാസം മിൻ അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച വിശ്വാസികളായ സ്വഹാബികളെ ഞാൻ നേരിട്ട് കാണുകയും അവരിൽ നിന്ന് ദീൻ പഠിക്കുവാനൊക്കെ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. യഖൂലൂന കുല്ലു ഷൈഇൻ ബിഖദർ. അവരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത്, അവരുടെ വിശ്വാസമായി സ്വീകരിച്ചത് എല്ലാ സംഗതികളും അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പടച്ചറബ് നിശ്ചയിക്കാത്ത, പടച്ചറബ് കണക്കാക്കാത്ത ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, വസമിഅതു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യഖൂൽ. പ്രമുഖ ഗുരുനാഥനായ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുല്ലു ഷൈഇൻ ബിഖദർ ഹത്തൽ അജ്സ് വൽ കൈസ്. ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന ഉന്മേഷവും ഊർജ്ജസ്വലതയും, ചിലപ്പോൾ നമ്മെ ബാധിക്കുന്ന ക്ഷീണവും തളർച്ചയും അതടക്കം അള്ളാഹുവിന്റെ നിശ്ചയമാണ് എന്ന് ആ സ്വഹാബത്ത് പറഞ്ഞു പഠിപ്പിച്ചു എന്നാണ്. എന്നാൽ ഈ വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട് പല പിഴവുകളും തെറ്റായ വിശ്വാസങ്ങളും അബദ്ധധാരണകളും മനുഷ്യർക്കിടയിൽ മൊത്തത്തിലുണ്ട്, മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും നമുക്ക് കാണുവാൻ സാധിക്കും. ചില ആളുകൾ പറയാറുള്ളത്, അള്ളാഹു അങ്ങനെ ഒന്നും നിശ്ചയിച്ച് വെച്ചിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ ഒരു വിധി തന്നെയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. കുല്ലു ഷൈഇൻ ഉനുഫ്. എല്ലാം അങ്ങനെ അങ്ങ് ഉണ്ടാകുന്നതാണ്, നമ്മൾ ചെയ്യുന്നത്, നമ്മൾ തീരുമാനിക്കുന്നത് പോലെ അങ്ങനെ സംഭവിക്കും. അതല്ലാതെ അങ്ങനെ ഒരു വിധി എന്നൊരു സമ്പ്രദായം, ഒരു സംഭവം തന്നെ ഇല്ല എന്ന് വളരെ മോഡേണിസത്തിന്റെ ആളുകളായി, വളരെ വലിയ ബുദ്ധിയുടെയും യുക്തിയുടെയും ദീനിന്റെയും ഒക്കെ ആളുകളായി ചമഞ്ഞുകൊണ്ട് പലരും പറയാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തനിച്ച കുഫറാണ് അത് എന്നാണ്. ഇസ്ലാമിക പ്രമാണങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത തനിച്ച പിഴച്ച വിശ്വാസമാണ് അത്തരം സംഗതി. അള്ളാഹു ഒന്നും നിശ്ചയിച്ചിട്ടില്ല, അതൊക്കെ നമ്മൾ തന്നെയാണ് നമ്മുടെ ഗുണവും ദോഷവും ഒക്കെ തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും. ഇവിടെ കിട്ടുന്ന ലാഭവും നേട്ടവും കോട്ടവും നഷ്ടവും രോഗവും ആരോഗ്യവുമെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്, പടച്ചവൻ അതിലൊന്നും ഒരു റോളില്ല എന്ന രീതിയിൽ പറഞ്ഞു പോകുന്നത് തനിച്ച കുഫറാണ്. സ്വഹീഹ് മുസ്ലിമിലെ ഒന്നാമത്തെ ഹദീസ്, കിതാബുൽ ഈമാൻ, വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതിനൊരു പശ്ചാത്തലം കൂടി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. എന്താണ് സംഭവം? യഹ്യ ഇബ്നു യഅ്മുർ എന്ന് പറയുന്ന താബിഈ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഹുമൈദ് ബിൻ അബ്ദുല്ലാഹിൽ ഹിമ്യരി, ഈ രണ്ടാളുകളും മക്കയിലേക്ക് ഒരിക്കൽ പോവുകയാണ്. ഇവർ രണ്ടുപേരും ഇറാഖിൽ നിന്ന് വരുന്ന ആളുകളാണ്. ആ യാത്രയിൽ അവർ ഹജ്ജിനോ ഉംറക്കോ വേണ്ടി മക്കയിലേക്ക് പോകുമ്പോൾ
ആ യാത്രയിൽ അവർക്ക് കിട്ടിയ വലിയൊരു നേട്ടം അവർ പറയുന്നത്, അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന് പറയുന്ന സഹാബിയെ ഞങ്ങൾക്ക് കാണുവാനും അദ്ദേഹത്തോട് പല കാര്യങ്ങളും ചോദിച്ചു പഠിക്കുവാനും ഒക്കെ ഭാഗ്യമുണ്ടായി, അവസരമുണ്ടായി എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇൽമുള്ള ശരിയായ സോഴ്സിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുവാൻ പറ്റിയ അവസരമെന്ന രീതിയിൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അവർ ചോദിക്കുന്നു, ഇന്നഹു ഖദ് ലഹറ ഖിബലനാ നാസ്, ഞങ്ങളുടെ നാട്ടിൽ ചില ആളുകൾ ഇപ്പോൾ ഉദയം ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് യസ്ഉമൂന അൻ ലാ ഖദർ, ഖദർ അല്ലാഹുവിന്റെ ഖദർ എന്ന് പറയുന്ന ഏർപ്പാട് അങ്ങനെ ഒന്നില്ല എന്ന്. വഅന്നൽ അംറ ഉനുഫുൻ, ഓരോ കാര്യങ്ങളും നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെ ഉണ്ടാവുക എന്നല്ലാതെ അള്ളാഹു കാലയെ കൂട്ടി അറിയുകയും അത് നിശ്ചയിക്കുകയും രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നൊരു വിശ്വാസം ശരിയല്ല, അത് ഇല്ല എന്ന് പറയുന്ന ആളുകളാണ് എന്ന് കേട്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബിന്റെ പ്രിയപ്പെട്ട മകൻ പ്രമുഖ സ്വഹാബിയായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണെന്നറിയോ? അവരോട് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. ഫഇദാ ലഖീത ഉലൈക, ആ വിഭാഗം ആളുകളെ നിങ്ങളെങ്ങാനും ഇനി തിരിച്ചു ചെന്ന് കാണുവാൻ സാധിച്ചാൽ ഫഅഖ്ബിർഹും, അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുത്തേക്കണം, അന്നീ ബരീഉം മിൻഹും, അബ്ദുല്ലാഹിബ്നു ഉമറും അവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന്, വിശ്വാസത്തിൽ ആദർശത്തിൽ ഞങ്ങൾ രണ്ട് കക്ഷിയാണ്, രണ്ട് ധാരയിലാണ് എന്നുള്ള കാര്യം അവരെ അറിയിച്ചേക്കണം. വഅന്നഹും ബുറാഉ മിന്നി, അവർ എന്നിൽ നിന്നും ഒഴിവാണ്. അവർ പഠിച്ച വിശ്വാസമോ അവർ പ്രചരിപ്പിക്കുന്ന പിഴച്ച വാദമോ അല്ല ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചത്. വല്ലദീ യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു ഉമർ സത്യം ചെയ്തു പറയുന്നു, ഏതൊരുവന്റെ കയ്യിലാണോ എന്റെ ആത്മാവുള്ളത് ആ പടച്ച റബ്ബിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ലൗ അന്ന ലി അഹദിഹിം മിത്ല ഉഹുദിൻ ദഹബ, വിധിവിശ്വാസത്തിൽ ഈമാനില്ലാത്ത അള്ള പഠിപ്പിച്ച ഖലായിലും ഖദറിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഒരു ഉഹദ് മലയോളം സ്വർണമുണ്ട് എന്ന് സങ്കല്പിക്കുക. ഫഅൻഫഖഹു, അതെല്ലാം അയാൾ വാരിക്കോരി ചെലവഴിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ പോലും മാ ഖബിലല്ലാഹു മിൻഹു, അല്ലാഹു അയാളിൽ നിന്ന് അത് കബൂൽ ചെയ്യുകയില്ല, സ്വീകരിക്കുകയില്ല. ഹത്താ യുഅ്മിന ബിൽ ഖദർ, അല്ലാഹു നിശ്ചയിച്ച ഖലായിലും ഖദറിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ വിധിവിശ്വാസത്തിൽ അയാൾ വിശ്വസിക്കാത്തിടത്തോളം കാലം, അഥവാ ഈമാൻ കാര്യങ്ങളിൽ വിശ്വാസ കാര്യങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അങ്ങനെയാണ്. വിശ്വാസ കാര്യങ്ങൾ അതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിലല്ലത്, ഓരോരുത്തരും അങ്ങനെ ചെയ്തോട്ടെ, മനുഷ്യരായ നമ്മളൊക്കെ നന്നായി ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു മോഡേൺ ചിന്താഗതിയുണ്ട്. അതിനെ വേരോടെ അറുക്കുകയാണ് വാസ്തവത്തിൽ സ്വഹാബികൾ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വിശ്വാസമാണ് മുഖ്യം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങളും സ്വഭാവങ്ങളും ഒക്കെ നമ്മൾ പടുത്തുയർത്താൻ. ഖലാ ഖദർ എന്ന് പറയുന്ന വിശ്വാസ കാര്യങ്ങളിൽ പിഴച്ച ധാരണയും അബദ്ധ വിശ്വാസങ്ങളും ഒക്കെ പേറിക്കൊണ്ട് ഒരാൾ വലിയ സ്വതക്ക ചെയ്യുന്ന വലിയ സേവനത്തിന്റെ ആളായിരുന്നാൽ പോലും പടച്ച റബ്ബിന്റെ അടുക്കൽ അത് സ്വീകരിച്ച് പ്രതിഫലം കിട്ടുകയില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്, ആണയിട്ട് പറയുകയാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അഥവാ എല്ലാം അള്ളാഹുവിന്റെ തീരുമാനവും വിധിയും അനുസരിച്ചാണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പടച്ച റബ്ബിന്റെ ഖുദ്റത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, അൽ ഖദ്റു ഖുദ്റത്തുല്ലാഹ്, അള്ളാഹു ഖലാ ആക്കിയതാണ്, ഖദറാക്കിയതാണ് ലോകത്ത് നടക്കുന്ന എല്ലാം എന്ന് പറയുമ്പോൾ പടച്ച റബ്ബിന്റെ ശക്തി, മാഹാത്മ്യം, അവന്റെ ഖുദ്റത്ത്, കഴിവുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. അള്ളാഹു നിശ്ചയിച്ചതേ നടക്കുകയുള്ളൂ, അതല്ലാത്ത ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും ലോകത്ത് ഒന്നും നടക്കുകയില്ല, റബ്ബ് നിശ്ചയിക്കാത്തത് നടക്കുകയില്ല എന്ന വിശ്വാസം. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ, അല്ല എന്തുദ്ദേശിച്ചോ അത് നടക്കും, അല്ല ഉദ്ദേശിക്കാത്തത് നടക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ചതാണ്. നമ്മളൊക്കെ നമസ്കാര ശേഷം പറയാറുള്ള ഒരു ദിക്റുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് തന്നെ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത, അല്ലാഹുവേ നീ നൽകിയത് തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കുകയില്ല, നീ തടഞ്ഞത് വാങ്ങിത്തരാൻ ഒരാൾക്കും കഴിവില്ല, നീയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങളെ നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നവനും. അതുകൊണ്ട് ആ ഒരു വിശ്വാസം മനസ്സിൽ ഉറച്ച മുഅ്മിനീങ്ങളാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ നമ്മുടെ സകലമാന തേട്ടങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ആശയും പ്രതീക്ഷയും ആശ്രയവും എല്ലാം പടച്ച റബ്ബിൽ മാത്രമായിരിക്കും. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്,
അള്ള നിശ്ചയിച്ചതല്ലാതെ, അള്ള തീരുമാനിച്ചതല്ലാതെ നിങ്ങൾക്കാർക്കും നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലും അള്ളാഹുവിന്റെ തീരുമാനങ്ങളുടെ കീഴിലാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അൽ ഖദ്റു നിളാമുത് തൗഹീദ്, അള്ളാഹുവിന്റെ ഖലാഉം ഖദറും ഒരാൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തൗഹീദിന്റെ ശരിയായ ചാനലാണ് എന്നുള്ള കാര്യം, ശരിയായൊരു വ്യവസ്ഥയാണ് എന്നുള്ള കാര്യം അയാൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഫമൻ വഹദല്ലാഹ വആമന ബിൽ ഖദർ, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ തൗഹീദിൽ ഒരാൾ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ഖലാഇനെയും ഖദറിനെയും ഒരാൾ അംഗീകരിക്കുകയും ചെയ്താൽ തമ്മ തൗഹീദുഹു, അയാളുടെ ഏകദൈവ വിശ്വാസം തൗഹീദ് പൂർണ്ണമായി. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും റബ്ബല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാളുടെ മനസ്സിലേക്ക് ഒരു തേട്ടമോ ആ ശക്തിയെ ആശ്രയിക്കുവാനോ അവലംബിക്കുവാനോ ഉള്ള സാധ്യത തന്നെ ഉണ്ടാവുകയില്ല. പടച്ച റബ്ബിൽ എല്ലാം തവക്കുലാക്കി ജീവിക്കുവാൻ സാധിക്കും. എന്നാൽ വമൻ വഹദല്ലാഹ വകദ്ദബ ബിൽ ഖദർ, അള്ളാഹു ഏകനാണ് എന്ന് അംഗീകരിക്കുകയും അള്ളാഹുവിന്റെ ഏകത്വം സമ്മതിച്ചു എന്ന് പറയുകയും അള്ളാഹുവിന്റെ ഖലായിലും ഖദറിലും വിശ്വാസമില്ലാതെ അതിനെ നിഷേധിക്കുകയും ചെയ്താൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് നഖല തക്ദീബുഹു തൗഹീദഹു, ആ ഖലാ ഖദറിനെ നിഷേധിച്ചതോടുകൂടി അയാളുടെ തൗഹീദ് തന്നെ തകർന്നു തരിപ്പണമായി എന്നാണ്. യഥാർത്ഥത്തിലുള്ള തൗഹീദ് അയാൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് ഖലാ ഖദർ അള്ളാഹു നിശ്ചയിച്ചതേ നടക്കുകയുള്ളൂ എന്നുള്ള കൃത്യമായ വിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു സംഗതി, അപ്പോൾ സ്വാഭാവികമായും എല്ലാം അള്ളാഹു നിശ്ചയിച്ചതാണ് എങ്കിൽ ഇനി നമുക്ക് ഒരു റോളും ഇല്ല എന്നാണോ ഇതിന്റെ അർത്ഥം? അങ്ങനെ തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. അത് ഈ വിഷയത്തിൽ സംഭവിച്ച മറ്റൊരു പിഴവാണ്. നേരത്തെ അള്ളാഹു അങ്ങനെ തീരുമാനിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തിട്ടില്ല എന്ന വിശ്വാസം ഖദരിയാക്കളുടെ വിശ്വാസമായിരുന്നുവെങ്കിൽ പേര് കേൾക്കുമ്പോൾ ഖദറിന്റെ ആളുകൾ, വാസ്തവത്തിൽ ഖദറിനെ നിഷേധിച്ച ആളുകൾക്കാണ് ഇസ്ലാമിക ലോകം ഖദരിയാക്കൾ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു അങ്ങനെ എല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും ഇനി റോളുമില്ല, ഒന്നും ചെയ്യേണ്ടതില്ല, കയ്യും കെട്ടി അടങ്ങി അവിടെ ഇരുന്നാൽ മതി, പടച്ചറബ് നിശ്ചയിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്ന ആളുകൾ, അത് ജബരിയത്തിന്റെ വിശ്വാസമാണ്. ജബരിയാക്കൾ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എല്ലാം എഴുതപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന അലസന്മാരും മടിയന്മാരും നിരാശനുമായിരിക്കുന്ന ഒരു രീതി, അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇസ്ലാമിന്റെ ഖലാഉം ഖദറും ഒക്കെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ളത് എന്ന് നീ മനസ്സിലാക്കുന്ന ഏത് കാര്യത്തിലും വലിയ താല്പര്യത്തോടെ ആവേശത്തോടെ നീ പണിയെടുത്തുകൊള്ളുക. ദുനിയാവിന്റെ കാര്യത്തിലും ആഖിറത്തിന്റെ കാര്യത്തിലും ഇന്നതാണ് ശരി, ഇന്നതാണ് ഗുണം. നീ ഒരു ബിസിനസ് ചെയ്യുകയാണ്, കൃഷിക്ക് വേണ്ടി ഇറങ്ങുകയാണ് എങ്കിൽ പോലും അതിലെ ഹൈറ്, അതിലെ ഉപകാരപ്രദമായ നന്മയുള്ളത് ഏതാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആ മാർഗത്തിൽ നീ ആത്മാർത്ഥമായി അത്യധികം താല്പര്യത്തോടു കൂടി തന്നെ പ്രവർത്തിച്ചോ. വസ്തഇൻ ബില്ലാഹ്, നീ അങ്ങനെ വല്ലാതെ പ്രവർത്തിക്കുമ്പോൾ തന്നെ നിന്റെ മിടുക്കുകൊണ്ട് എല്ലാം കഴിയുമെന്ന് നീ തെറ്റിദ്ധരിക്കേണ്ടതില്ല. റബ്ബിൽ നീ അഭയം തേടുകയും സഹായം ചോദിക്കുകയും ചെയ്തോ. വലാ തഅജിസ്, നീ ഒരിക്കലും നിരാശനാവുകയോ മടിയനായി പോവുകയോ ചെയ്യേണ്ടതില്ല എന്ന് എത്രയോ കൃത്യമായ വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു ദുനിയാവിൽ കുറെ കാര്യകാരണങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ ചില കാരണങ്ങളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. വിശപ്പുള്ളവരുടെ വിശപ്പ് മാറ്റാൻ ഭക്ഷണം കഴിക്കണം, ദാഹമുണ്ടെങ്കിൽ നമ്മൾ ദാഹമകറ്റാൻ വെള്ളം കുടിക്കും. ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾക്ക് അള്ളാഹു ചില കാരണങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കണം എന്നതാണ് ഖലാഇന്റെയും ഖദറിന്റെയും ഭാഗം. വമഅൽ അഖ്ദി ബിൽ അസ്ബാബ്, അത്തരം കാരണങ്ങളെ നിങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം യഅ്തമിദ് അലാ മുസബ്ബിബിൽ അസ്ബാബ്, ആ കാരണങ്ങളെ നിശ്ചയിച്ച പടച്ചറബിൽ നിങ്ങൾ ആശ്രയിക്കണം, മുറുക്കെ പിടിക്കണം, അവനെ അവലംബിക്കണം, അവനെ മറന്നു പോകരുത്. വഹുവല്ലാഹു സുബ്ഹാനഹു വതആല, അവനാണ് പടച്ചറബ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസ്തഇൻ ബില്ലാഹ്. ഏത് കാര്യം ചെയ്യുമ്പോഴും, രോഗിയായി നമ്മൾ പ്രയാസപ്പെടുമ്പോൾ, ഏറ്റവും വിദഗ്ധനായ ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കുമ്പോൾ, അത്യാധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലാണ് നമ്മളുള്ളതെങ്കിലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഡോക്ടറെ അവലംബിക്കാൻ പാടില്ല. നമ്മൾ ആ അള്ളാഹ് നിശ്ചയിച്ച ഭൗതികമായ സബബുകളെ, കാരണങ്ങളെ, നിമിത്തങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. അള്ളയാണ് എന്റെ രോഗത്തെ ശിഫയാക്കുന്നത്, എന്റെ രോഗിയെ രക്ഷപ്പെടുത്തുന്നത്. അള്ളാഹ് നിശ്ചയിച്ചാൽ എന്താണോ ആ നിശ്ചയിക്കുന്നത് സംഭവിക്കും. അതുകൊണ്ട് പടച്ചറബുമായിട്ട് നല്ല രീതിയിൽ മനസ്സ് കൂട്ടിയിണക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം എന്ന് മനസ്സിലാക്കുന്ന ഏത് വഴിയിലൂടെയും നിങ്ങൾ പോയിക്കോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
ഫമുജറദുൽ അഖ്ദി ബിൽ അസ്ബാബ് ലാ യക്ഫി. അതല്ലാതെ കേവലം ഭൗതികമായ ചില കാരണങ്ങളെ നിങ്ങൾ സമീപിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുകയില്ല. ബൽ യഹ്താജു ശൈഉൻ സായിദ്. അതിന്റെ അപ്പുറത്തൊരു കാര്യമുണ്ട്. വഹുവ തൗഫീഖു മിനല്ലാഹി വഇആനതു. പടച്ചറബിന്റെ തൗഫീഖാണ്. നല്ല ഡോക്ടർമാർക്കും കയ്യബദ്ധം പറ്റാറില്ലേ? നല്ല വിദഗ്ധരായ ഒട്ടേറെ ആളുകളെ ചികിത്സിച്ച് അതിലൂടെ രോഗം ശിഫയായിട്ടുണ്ട് എന്ന് ലോകം സാക്ഷ്യപ്പെടുത്തിയ പല ഡോക്ടർമാർക്കും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ലേ? രോഗികൾക്ക് രോഗം നിർണയിച്ച് മരുന്ന് കൊടുത്തിട്ട് പലരുടെയും രോഗം മാറിയ അതേ ഡോക്ടറിന്റെ കൈകൊണ്ട് തന്നെ മരുന്ന് ഫലിക്കാതെ വരുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അതീതമായി അതിന്റെ അപ്പുറത്ത് പടച്ച റബ്ബുണ്ട്. അവനെ നമ്മൾ അവലംബിക്കണം. അവന്റെ തൗഫീഖും അവന്റെ സഹായവും നമുക്ക് എല്ലാ സന്ദർഭങ്ങളിലും വേണം. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ കാര്യങ്ങളിലും പടച്ച റബ്ബിനെ ആശ്രയിച്ച് അവനോട് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. വലാ തഅജിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, നിങ്ങൾ അലസന്മാരായി, മടിയന്മാരായി, നിരാശന്മാരായി, നിരാശയോടുകൂടി പിന്മാറിപ്പോകരുത്. മറിച്ച് ഉന്മേഷത്തോടുകൂടി, ആവേശത്തോടുകൂടി പണിയെടുത്തുകൊള്ളുക എന്നാണ്. അള്ളാഹു എല്ലാം നിശ്ചയിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു ജോലിക്ക് പോകണം, ഞാൻ എന്തിന് കൃഷി ഇറക്കണം, ഞാൻ എന്തിനു പഠിക്കണം എന്ന് ചിന്തിക്കുന്ന തെറ്റായ ചിന്താഗതിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ. ശേഷിയില്ലായ്മയിൽ നിന്നും അലസതയിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. അഥവാ ഗുണകരമായ കാര്യങ്ങളിൽ നമ്മൾ അത്യുത്സാഹത്തോടുകൂടി പണിയെടുക്കണം, പ്രവർത്തിക്കണം. എന്നാലും ചിലപ്പോൾ നാം ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്ന ഹദീസിന്റെ ഭാഗത്ത് വിശദീകരിച്ചത്. വഇൻ അസാബക ശൈഉൻ ഫലാ തഖുൽ. നിങ്ങൾ എല്ലാ വിധേനയും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യേണ്ടതുപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് മാക്സിമം നിങ്ങൾ പരിശ്രമിച്ചു. എന്നാലും നിങ്ങൾ വിചാരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ സംഭവിച്ചാൽ ഫലാ തഖുൽ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകരുത്, ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നു. അവിടെ പോയതുകൊണ്ടാണ് ആ ആപത്ത് പറ്റിയത്. ആ ബിസിനസ്സിൽ ഞാൻ ഇറങ്ങിയത് കൊണ്ടാണ് എനിക്ക് സാമ്പത്തികമായി നഷ്ടമുണ്ടായത്. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഡോക്ടർ ചികിത്സിച്ചത് കൊണ്ടാണ് എന്റെ കുട്ടി നഷ്ടപ്പെട്ടത്. ഇങ്ങനെ ഒന്നും നിങ്ങൾ പറഞ്ഞു പോകരുത്. വലാകിൻ ഖുൽ. മറിച്ച് നിങ്ങൾ പറയുക, അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ, ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. അല്ലാഹ് കണക്കാക്കി, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യും. എന്റെ മക്കളെ തിരിച്ചു വിളിക്കാൻ അല്ലാഹ് നിശ്ചയിച്ചപ്പോൾ അവൻ തിരിച്ചു വിളിച്ചു. എനിക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ടാകുവാൻ അല്ലാഹ് കണക്കാക്കിയത് അങ്ങനെ സംഭവിച്ചു. ഞാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിച്ചിട്ടുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധിച്ചാൽ പോലും അതിന്റെ അപ്പുറത്തേക്കൊന്ന് പറയരുത്. ആ വഴിയിലൂടെ പോയത് കൊണ്ടാണ് ആക്സിഡന്റ് പറ്റിയത്, അവിടെ പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ നിങ്ങൾ പറഞ്ഞു പോകരുത്. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ, ഇങ്ങനെയായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള നിങ്ങളുടെ ചിന്തയും വർത്തമാനങ്ങളും പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് വാതിൽ തുറക്കുകയാണ് ചെയ്യുക. നിങ്ങൾ നിരാശരായി മനംമടുത്ത് സങ്കടപ്പെട്ട് ഇരുന്നു പോകും. മറിച്ച് ഏത് പ്രതിസന്ധികളിലും നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, എന്റെ റബ്ബ് നിശ്ചയിച്ചത് അത് സംഭവിക്കും. നാം ചെയ്യേണ്ടത് ചെയ്ത് ബാക്കിയെല്ലാം പടച്ച റബ്ബിൽ തവക്കുലാക്കുമ്പോൾ തീർച്ചയായും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർഭയത്വമാണ്. എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹവും കാരുണ്യവുമുള്ള എന്റെ റബ്ബ്, റഹ്മാനും റഹീമും വദൂദുമായ എന്റെ റബ്ബ് എന്നെ ഉപദ്രവിക്കുകയില്ല. എന്റെ ഉമ്മയേക്കാൾ, ലോകത്തുള്ള സർവ്വരേക്കാളും എന്നോട് കരുണയും കാരുണ്യവുമുള്ള എന്റെ പടച്ച റബ്ബ് എനിക്ക് എന്തെങ്കിലും വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഖൈറുകളുണ്ട്, നന്മകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ, ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ, അത് ജോലിയാകാം, ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതാകാം, ഒരു ബിസിനസ് തുടങ്ങുന്നതാകാം, ഒരു സ്ഥാപനത്തിന്റെ ആലോചനകളാകാം, എന്താണെങ്കിലും ആളുകളോടൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ പടച്ച റബ്ബുമായിട്ടൊന്ന് ആലോചിക്കുവാൻ നമുക്ക് സാധിക്കണം. ദുആഉൽ ഇസ്തിഖാറ, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് പടച്ചവനോട് ചോദിക്കണം, അല്ലാഹുവേ ഇത് ഖൈറാണെങ്കിൽ എനിക്ക് നീ എളുപ്പമാക്കി എന്നിലേക്ക് അടുപ്പിച്ചു തരണേ. ഇത് ഷർറാണെങ്കിൽ, ഇതിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എങ്കിൽ എനിക്കറിയില്ല, പടച്ചവനെ നീയാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ, എന്നെ അതിൽ നിന്ന് അകറ്റേണമേ, അതിൽ നിന്ന് എന്നെയും രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ രീതിയിൽ ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസങ്ങളും ആദർശങ്ങളും പഠിച്ച്
യഥാർത്ഥ മുഅ്മിനീങ്ങളായി ദുനിയാവിലും ആഖിറത്തിലും വിജയം നേടുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം പഠിപ്പിക്കുന്ന വിധിവിശ്വാസം ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാത്ത ആളുകൾക്ക് ഉണ്ടാകാറുള്ള ഒരു പ്രശ്നമാണ്, ചില ആളുകളെ കണ്ട് ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്ന ചിന്താഗതി, അഥവാ ദുശഗുണത്തിന്റെ ലക്ഷണം നോക്കുന്നതിന്റെ ഏർപ്പാട്. ചില ആളുകൾ കൈനീട്ടം തന്നാൽ എന്റെ അന്നത്തെ ദിവസം അല്ലെങ്കിൽ ആ സംഭവം, ഞാൻ തുടങ്ങിവെച്ച സംരംഭം വിജയിക്കും എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമാണത്. ഒരാൾ നമുക്ക് 100 രൂപ കയ്യിലേക്ക് വച്ചു തന്നതുകൊണ്ട് എല്ലാ ബറക്കത്തും അതിലൂടെ കിട്ടും എന്ന് ആരും ധരിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒരു ജീവിയെയോ കണ്ടു, ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടു എന്നുള്ളത് കൊണ്ട് നമ്മുടെ അന്നത്തെ ദിവസം ആകെ കുട്ടിച്ചോറായി നഷ്ടപ്പെട്ടു എന്ന് ആരും കരുതേണ്ടതില്ല. മറിച്ച് ഇതിന്റെ എല്ലാം ഉപരിയായി പടച്ചറബ്ബാണ് ഖൈറും ഷർറും നിശ്ചയിക്കുന്നത് എന്ന് തീരുമാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നിർഭയത്വം, സമാധാനം, ആശ്വാസം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മൻ റദ്ദതുഹു തീറതു അൻ ഹാജതിഹി ഫഖദ് അശ്റക്. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ലക്ഷണം കെട്ടതായി തോന്നുന്ന എന്തെങ്കിലും കാഴ്ചകളോ സംഭവങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ദുശഗുണങ്ങൾ നിങ്ങൾ കണ്ടിട്ട് ആ ആവശ്യ നിർവഹണത്തിൽ നിന്ന് ആരെയെങ്കിലും അത് തടുത്താൽ ഫഖദ് അശ്റക, അയാൾ ആ പടച്ചറബിൽ പങ്കുചേർത്തു എന്നാണ്. അള്ളാഹുവാണ് എന്റെ ജീവിതത്തിൽ ഇടപെടുകയുള്ളൂ, ഖൈറും ഷർറും അവൻ നിശ്ചയിക്കുന്നതാണ് എന്ന് തവക്കുലാക്കി നിങ്ങൾ പോകണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ തൗഹീദ് പൂർണ്ണമായിട്ടില്ല, ശരിയായ വിശ്വാസം ഉണ്ടായിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തവക്കുലിനെതിരാണ്. അള്ളാഹുവിലെല്ലാം വരമേൽപ്പിച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഖൈർ നിശ്ചയിക്കാൻ, ഷർറ് മാറ്റാൻ, എന്റെ ജീവിതത്തിൽ ഗുണമോ ദോഷമോ കൊണ്ടുവരാൻ ഒക്കെ കഴിവുള്ളവൻ പടച്ചറബ് മാത്രമേ ഉള്ളൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരം സംഗതികൾ തടയാൻ പാടില്ല അയാളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന്. അങ്ങനെ വല്ലതും നമുക്ക് തോന്നിയാലോ, ചിലപ്പോ തോന്നാം, ആർക്കും തോന്നാം. അങ്ങനെ നമ്മുടെ ജാഹിലിയത്തിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി ഉള്ള ആളുകളാണ് എങ്കിൽ അത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ മനസ്സിലേക്ക് വരാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള പ്രതിവിധിയും പറഞ്ഞു തന്നു. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയണം, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക. അല്ലാഹുവേ, നീ നിശ്ചയിച്ചതല്ലാത്ത ഒരു ഖൈറുമില്ല, നീ തരുന്നതല്ലാത്ത ഒരു നന്മയുമില്ല. വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക, നീ കണക്കാക്കിയതല്ലാത്ത ഒരു ലക്ഷണക്കേടുമില്ല. വലാ ഇലാഹ ഖൈറുക, നീയല്ലാതെ ആരാധനക്കർഹനായി എനിക്ക് അഭയമായി ആശ്രയമായി മറ്റാരുമില്ല പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തോടുകൂടി നിങ്ങൾ ആ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തുമാത്രം സമാധാനമായിരിക്കും, എന്തുമാത്രം നിർഭയത്വമായിരിക്കും അയാൾക്കുണ്ടാവുക. തൗഹീദും തവക്കുലും ഉള്ള ആളുകൾക്ക് പടച്ചറബിനെ ശരിയായ വിധത്തിൽ അറിയുവാൻ സാധിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന അതുല്യമായ ഒരു നിർഭയത്വവും പടച്ചറബിന്റെ വലിയൊരു തൗഫീഖുമാണത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഈമാനികമായ കരുത്ത് നൽകി പ്രതിസന്ധികളെ അതിജയിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നു, വഅസാ അൻ തക്റഹു ഷൈഅൻ, ചില കാര്യങ്ങൾ നിങ്ങൾ വെറുക്കുന്നുണ്ടാകും, വഹുവ ഖൈറുൻ ലക്കും, വാസ്തവത്തിൽ അതായിരിക്കും നിങ്ങൾക്ക് ഖൈർ. വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൻ ലക്കും, വേറെ ചിലത് ഇങ്ങനെയാകണമെന്നാണ് നിങ്ങൾ കൊതിക്കുന്നതും ആഗ്രഹിക്കുന്നതും, സത്യത്തിൽ അത് നിങ്ങൾക്ക് ദോഷമായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹുവാണ് അറിയുന്നവൻ, നിങ്ങൾക്ക് അറിയുന്നില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ വേണ്ട വിധം അറിയുവാൻ സാധിക്കുന്നില്ല, ഭാവി നിങ്ങൾക്കറിയില്ല. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്ത് പടച്ചറബ് തീരുമാനിച്ച കാര്യങ്ങളിലാണ് ഖൈർ എന്ന് മനസ്സിലാക്കി
അതിനോട് സമരസപ്പെടാൻ, സമാധാനമടയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ കിട്ടുന്ന നിർഭയത്വം വേറൊരാൾക്കും പകർന്നു തരാൻ ഒരു മരുന്നിനും നിങ്ങൾക്ക് നൽകാൻ കഴിയാത്ത, ഒരു ഡോക്ടർക്കും നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത വലിയ ഒരു സംഗതിയാണ് പരിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്, അല്ലാഹുമ്മ റദ്ദിനി ബിഖളാഇക്, അല്ലാഹുവേ നിന്റെ ഖളാ എന്ത് തന്നെയാണെങ്കിലും അതുകൊണ്ട് തന്നെ നീ തൃപ്തിപ്പെടുത്തണമേ. വബാരിക് ലീ ഫീ ഖദരിക്, നീ കണക്കാക്കുന്നതിൽ എനിക്ക് ബറക്കത്ത് ചൊരിയണേ, ഐശ്വര്യം നൽകണമേ. ഹത്താ ലാ ഉഹിബ്ബ തഅജീല ഷൈഇൻ അഖർതഹു, നീ പിന്നീടത്തേക്ക് മാറ്റിവെച്ച ഒന്നിനെയും അത് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നാത്ത വിധം നിന്റെ ഖളാഇനെയും ഖദറിനെയും തൃപ്തിപ്പെടുന്ന ഒരു മനസ്സെനിക്ക് നൽകണമേ എന്നാണ്. വലാ തഅഖീറ ഷൈഇൻ അജ്ജൽതഹു, നീ നേരത്തെ തന്നത് അത് കുറച്ചുകൂടി ഒന്ന് വൈകിയിരുന്നുവെങ്കിൽ എന്ന് തോന്നാത്ത വിധത്തിൽ. ചിലപ്പോൾ ചില ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മൾ ചിലപ്പോൾ പൈസ കൊടുത്ത്, ടോക്കൺ കൊടുത്ത് സ്ഥലം വാങ്ങി അതിന്റെ പൈസ ഉണ്ടാക്കി നമ്മുടേതാക്കി മാസങ്ങളും വർഷങ്ങളും കാത്തിരുന്ന് ബിസിനസ് നടക്കാത്ത, കച്ചവടം നടക്കാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് അല്പമൊന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ വലിയ ലാഭത്തിന് അയാൾക്ക് വിൽക്കുവാൻ സാധിച്ചു. അങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അപ്പൊ പല ആളുകളുടെയും സങ്കടം എന്താ, കുറച്ചു ദിവസം കൂടി ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ആ ഇടപാട് ഒന്ന് അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹ് എനിക്ക് കണക്കാക്കിയത് എനിക്ക് അള്ളാഹ് തരും. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നതായി നമുക്ക് ഹദീസുകളിൽ കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാ ബിൽ ഖളാ, പടച്ചവനെ നിന്റെ ഖളാ, നിന്റെ തീരുമാനങ്ങൾ എന്ത് തന്നെയാണ് എങ്കിലും അത് തൃപ്തിപ്പെടുവാനുള്ള ഒരു മനസ്സ് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അതെനിക്ക് നൽകണേ എന്നാണ്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസ ആദർശങ്ങളെ ശരിയായ രീതിയിൽ പഠിച്ച് നമ്മൾ ഉൾക്കൊള്ളുക. നമ്മുടെ മനസ്സിന് ആശ്വാസമാണ്, ദുനിയാവിൽ സമാധാനമാണ്, പരലോകത്ത് വിജയമാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തുൽ ഹദീദിലെ 22-23 ആയത്തുകൾ അള്ളാഹു പറയുന്നു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും, ഭൂമിയിലോ നിങ്ങളുടെ ശരീരത്തിൽ തന്നെയോ ഒരു ആപത്തോ അപകടമോ ബാധിക്കുകയില്ല, ഇല്ലാ ഫീ കിതാബ്, വ്യക്തമായൊരു രേഖയിൽ ഉണ്ടായിട്ടല്ലാതെ. മിൻ ഖബ്ലി അൻ നബ്റഅഹ, അത് ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ പടച്ച റബ്ബ് കണക്കാക്കിയ, രേഖപ്പെടുത്തിയ ഒരു സംഗതിയാണത്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ രേഖപ്പെടുത്തലും തീരുമാനിക്കലും എല്ലാം കാലയെക്കൂട്ടി കാര്യങ്ങൾ അറിയലും രേഖപ്പെടുത്തലും എല്ലാം ലളിതമാണ്, പ്രയാസമുള്ള സംഗതിയല്ല. എന്തിനാണ് അല്ലാഹ് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ലികൈലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് വല്ലതും നഷ്ടം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയും, വലാ തഫ്റഹു ബിമാ ആതാകും, നിങ്ങൾക്ക് കിട്ടിയതിന്റെ പേരിൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടി റബ്ബ് കണക്കാക്കിയതാണ് എന്നുള്ള ചിന്തയോടുകൂടി റബ്ബിനെ കീഴ്പ്പെട്ട് ജീവിക്കാൻ, വിനയാന്വിതരായി മാറാൻ, നന്ദിയുള്ളവരായി മാറാൻ വേണ്ടിയിട്ടാണ്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനിയായ പൊങ്ങച്ചക്കാരായ അഹങ്കാരികളെ ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ ആ ആയത്തിന്റെ അവസാനത്തിൽ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് പടച്ച റബ്ബിൽ തവക്കുലാക്കി അള്ളാഹുവിനോട് മാത്രം അഭയം തേടി രക്ഷ ചോദിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് ദുനിയാവിലും ആഖിറത്തിലും വിജയം നേടാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് മഴക്കെടുതിയുടെ വടക്കൻ ജില്ലകളിൽ പല സഹോദരങ്ങളും ബുദ്ധിമുട്ടിലാണ്, പ്രയാസങ്ങളിലാണ്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നിരവധി ആളുകൾ രോഗികളെ സംബന്ധിച്ച് പറഞ്ഞവരുടെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സഹോദരൻ സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ ICUവിലാണ്. മറ്റൊരു ചെറിയ കുട്ടി ഹാർട്ട് സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ട് പ്രയാസത്തിലാണ്. നമ്മുടെ ഫൈസൽ മൗലവിയുടെ മൂത്ത മകൻ ഒരു ആക്സിഡന്റിൽ പെട്ട് ഹോസ്പിറ്റലിൽ ICUവിലാണ്. ഒക്കെ അറിയാൻ സാധിച്ചു. അള്ളാഹു അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സഹോദരൻ, ഞങ്ങളുടെ വളരെ ചെറുപ്പം മുതലേ പരിചയമുള്ള അയൽവാസിയും കളിക്കൂട്ടുകാരനുമായിരുന്ന അബ്ദുർ റസാഖ്, കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം അസറിന്റെ മുമ്പായി ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടു പോയ വിവരം നിങ്ങളിൽ പലരും ഒരുപക്ഷെ അറിഞ്ഞിരിക്കും. 2-3 ചെറിയ മക്കളുള്ള അദ്ദേഹം
കുടുംബത്തെ പോറ്റുന്ന മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മറ്റാരുടെയും ഒരു ചീത്തപ്പേര് പറയാത്ത രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ 40-43 വയസ്സ് മാത്രമുള്ള ആള് പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകുമ്പോഴുണ്ടാകുന്ന വേദനയും പ്രയാസവും നമുക്ക് ആലോചിക്കുവാൻ സാധിക്കും. ഇന്നത്തേക്ക് കറക്റ്റ് ഒരാഴ്ചയാകുന്നു. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മക്കളുടെയും കുടുംബത്തിന്റെയും കാര്യം പ്രത്യേകം ഓർക്കുകയും നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരൻ അബ്ദുർ റസാഖിന്റെ പാപങ്ങൾ പുറത്ത് നമ്മെയും അദ്ദേഹത്തെയും അള്ളാഹുവിന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വേർപാടിലൂടെ സങ്കടപ്പെടുന്ന വിഷമിക്കുന്ന ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും സഹോദരങ്ങൾക്കുമൊക്കെ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അത്തരത്തിലുള്ള ആപത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് പടച്ചറബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അള്ളാഹു പാപങ്ങൾ പുറത്ത് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.